ഇനി നമുക്കൊരു അനദർ എക്സാമ്പിളും കൂടെ നോക്കാം. അത് പ്രൈമറി ഇൻഡെക്സിങ്ങിൻ്റെ ബേസിസിലാണ്. അപ്പം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. എ പ്രൈമറി ഇൻഡെക്സ് ഫയൽ കണ്ടെയ്ൻസ് കീ ഫീൽഡ് ഓഫ് 6 bytes. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലാവുന്നത് എന്താണ്, ഇൻഡെക്സ് ഫയലിനെ പറ്റിയിട്ടാണ് ഇവർ ഡിസ്ക്രൈബ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് ഫയലിനകത്ത് നമുക്ക് 2 ഫീൽഡുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കീ ഫീൽഡ്. കീ ഫീൽഡിൻ്റെ സൈസ് എത്രയാണ്? 6 bytes ആണ്. സോ നമ്മുടെ ഇൻഡെക്സ് റെക്കോർഡിലുള്ള ഫസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 സെക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കീ ഫീൽഡ്, സെക്കൻഡ് വൺ ഈസ് നമ്മുടെ ബ്ലോക്ക് പോയിൻ്റർ ഫീൽഡ്. ഓക്കെ, സോ ബ്ലോക്ക് പോയിൻ്റർ. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? കീ ഫീൽഡിൻ്റെ സൈസ് എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 6 bytes. അതേപോലെ ബ്ലോക്ക് പോയിൻറ്റിൻ്റെ സൈസ് എത്രയാണ്? 4 bytes. ബ്ലോക്ക് പോയിൻ്റ് സൈസ് എത്രയാണ്? 4 bytes. സോ നമ്മുടെ ഒരു ഇൻഡെക്സ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലിൻ്റെ ഓരോ റെക്കോർഡ് എടുത്ത് നോക്കുവാണെങ്കിൽ ആ റെക്കോർഡിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 2 ഫീൽഡുകളുടെയും കൂടെ ടോട്ടൽ സൈസ് ആയിരിക്കും. അതായത് 6 + 4 നമുക്ക് എത്ര കിട്ടും? 10 bytes ആയിരിക്കും എന്തായിട്ട് കിട്ടുക? റെക്കോർഡ് സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു റെക്കോർഡിൻ്റെ സൈസ്. പിന്നെ ബ്ലോക്ക് സൈസ് ഈസ് 100 bytes. ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 100 bytes സൈസുള്ള ബ്ലോക്കാണുള്ളത്. ആൻഡ് ദ ഡേറ്റ ഫയൽ ഈസ് സ്റ്റോർഡ് ഇൻ 160 ബ്ലോക്സ്. അപ്പം നമ്മുടെ ഡേറ്റ ഫയൽ സ്റ്റോർ ചെയ്തേക്കുന്നത് എത്ര ബ്ലോക്സിലാണ്? 160 ബ്ലോക്കുകളാണ് നമ്മുടെ ഡേറ്റ ഫയലിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം 2 ഫയൽസാണുള്ളത്, ഡേറ്റ ഫയലും ഇൻഡെക്സ് ഫയലും. ഓക്കെ, അപ്പോൾ ഡേറ്റ ഫയലിൻ്റെ എത്ര ബ്ലോക്സ് ഉണ്ടെന്ന് പറഞ്ഞു? 160. അങ്ങനെയാണെങ്കിൽ ഇൻഡെക്സ് ഫയലിൽ എത്ര എൻട്രീസ് ഉണ്ടായിരിക്കണം? 160 എൻട്രീസ് മസ്റ്റ് ബി ദെയർ. എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ ബ്ലോക്കിലേക്കും പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇൻഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൗ മെനി ബ്ലോക്ക് ആക്സസ് ഈസ് റിക്വയർഡ് ടു ആക്സസ് ദ ഇൻഡെക്സ് ഫയൽ. ഇവിടെ ഇൻഡെക്സ് ഫയലിനെ പറ്റി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എന്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഡേറ്റ ഫയലിനെ പറ്റിയിട്ടൊന്നും ക്വസ്റ്റ്യനിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് ഫയലിൻ്റെ മാത്രം ആ പെർസ്പെക്റ്റീവിൽ മാത്രം നമുക്ക് ക്വസ്റ്റ്യനെ ഡീൽ ചെയ്യാം. നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് റിക്വയർഡ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? log 2 of b വേണം കണ്ടുപിടിക്കാൻ. ഇതാണ് നമുക്ക് വേണ്ടത്. log 2 of b എന്ന് പറഞ്ഞാൽ എന്താണ്? ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡാണ്. അപ്പോൾ ബി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് ബ്ലോക്സ്. അതായത് ഈ ക്യാപിറ്റൽ ബിയുടെ വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് കണ്ടുപിടിക്കണം. ഈ നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് വേണം? ബ്ലോക്കിംഗ് ഫാക്ടർ വേണം, വേണ്ടേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റിനകത്തു നിന്നുള്ള ഇൻഫറൻസ് വെച്ചിട്ട് ഓരോ റെക്കോർഡിൻ്റെയും ഇൻഡിവിജ്വൽ സൈസ് ഓഫ് ദി ഇൻഡെക്സ് ഫയൽ നമുക്ക് 10 bytes ആണെന്ന് അറിയാം. അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്തതാണ് ആണല്ലോ. അപ്പോൾ ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കാം. ബ്ലോക്കിംഗ് ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോർ വാല്യൂ ആണ്. ഫ്ലോർ വാല്യൂ ഓഫ് വാട്ട്? ഇതിൻ്റെ ഫ്ലോർ വാല്യൂ കണ്ടുപിടിക്കണം. ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. ഇവിടെ നമുക്ക് എത്ര ബ്ലോക്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്? എത്ര ബ്ലോക്സ് ആണ്? ബ്ലോക്ക് സൈസ് ഡിവൈഡഡ് ബൈ റെക്കോർഡ് സൈസ്. ഇവിടെ ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണ്? 100 bytes. നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് സൈസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 100 വെച്ചിട്ട്. പിന്നെ നമുക്ക് എന്താണ്? ബ്ലോക്ക് സൈസ് ഡിവൈഡ് ബൈ റെക്കോർഡ് സൈസ്. റെക്കോർഡിൻ്റെ സൈസ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 2 ഫീൽഡുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. കീ ഫീൽഡും ബ്ലോക്ക് പോയിൻ്റ് ഫീൽഡും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ടോട്ടൽ റെക്കോർഡ് സൈസ് എന്ന് പറയുന്നത്. എന്തിനാണ്? ഇൻഡെക്സ് ഫയലിൻ്റെ റെക്കോർഡ് സൈസ്. അത് നമുക്ക് എത്ര കിട്ടി? 10 bytes എന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? റെക്കോർഡ് സൈസ് എന്ന് പറഞ്ഞാൽ 10 ആണ്, ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 100 ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഈ ഓപ്പറേഷൻ ചെയ്തു, ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്തു. സോ നമുക്ക് കിട്ടുന്ന എന്താണ്? 10 കിട്ടി. ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ബ്ലോക്കിലും നമുക്ക് 10 റെക്കോർഡ്സ് വീതം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് കിട്ടി. ബ്ലോക്കിംഗ് ഫാക്ടർ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആക്സസ് റിക്വസ്റ്റുകൾ എത്രണ്ണം കൊടുക്കണം എന്നുള്ളതിൻ്റെ കൗണ്ട് നമുക്ക് കിട്ടത്തുള്ളൂ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ. ഓക്കെ, സോ നമുക്ക് അപ്പോൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര റെക്കോർഡ്സ് ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം, വേണ്ടേ? അപ്പോൾ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ പ്രൈമറി ഇൻഡെക്സിനകത്ത് നമ്പർ ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രപ്പോർഷനിലായിരിക്കും? നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ ഡേറ്റ ഫയൽ. സോ അതിന് വേണ്ടിയിട്ടാണ് 160 ബ്ലോക്സ് ഡേറ്റ ഫയൽ ഉണ്ടെന്ന് അവർ ഇങ്ങനൊരു ക്ലൂ നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് ബ്ലോക്സ് ഇൻ ദ ഡേറ്റ ഫയൽ ഈസ് ഈക്വൽ ടു 160 ആണ്. അപ്പോൾ ആ വാല്യൂ എടുത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് എന്തിൻ്റെ കൗണ്ടാണ്? 160 എന്നുള്ളത് നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ പ്രൈമറി ഇൻഡെക്സ്. സോ നമുക്ക് എന്ത് കിട്ടും? 160 ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കുക? നമ്മൾ 10 കൊടുക്കുക. അത് സീലാണ്, സീൽ വാല്യൂ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? 16 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, കാര്യം നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് ഈസ് ഈക്വൽ ടു എന്താണ്? നോക്ക്, നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് നമ്മൾ ഇതിനകത്ത് ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതാണ്. നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് ഈസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിവൈഡഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടറാണ്. നമ്പർ ഓഫ് ബ്ലോക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിവൈഡഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടറാണ്. ബ്ലോക്സ് അല്ല, നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിവൈഡഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടറാണ്. ഓക്കെ, സോ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇവിടെ എത്രയുണ്ട്? 160 റെക്കോർഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റെക്കോർഡ്സ്. ഓക്കെ, നമ്പർ ഓഫ് റെക്കോർഡ്സ്. ദെൻ 10 എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോക്കിംഗ് ഫാക്ടർ അല്ലേ? അപ്പോൾ നമ്മളതിൻ്റെ സീൽ വാല്യൂ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 16 എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 160 എങ്ങനെ കിട്ടിയെന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മൾ
പുറത്തുനിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊണ്ടുവരേണ്ട വാല്യൂ, ബാക്കി എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, സോ നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഇക്വേഷൻ log2 ഓഫ് ബി ആണ്. അതിൻ്റെ സീൽ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ log2 ഓഫ് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ് എത്ര കിട്ടി? 16 കിട്ടി. log2 ഓഫ് 16 എത്ര കിട്ടും? നമുക്ക് 4 കിട്ടും. ഓക്കെ, സോ ഇനി നമുക്കറിയാം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഇൻഡെക്സ് ഫയലാണ്. ഇൻഡെക്സ് ഫയലിനകത്ത് നമ്മുടെ ഇൻഡെക്സ് ഫയലിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ആക്സസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചു log2 ഓഫ് ബി പ്ലസ് 1 വേണം ചെയ്യാൻ. അപ്പോൾ ഓൾറെഡി log2 ഓഫ് ബി നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. 4 + 1 നമുക്കത് കിട്ടും 5 കിട്ടും. സോ നമുക്ക് എത്ര ബ്ലോക്ക് ആക്സസുകളാണ് വേണ്ടത്? 5 ബ്ലോക്ക് ആക്സസുകളാണ് നമുക്ക് വേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇവിടെ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഇൻഡെക്സിംഗ് ആണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് എത്ര റെക്കോർഡ്സ് ഇൻഡെക്സിൽ വരും എന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പം കൺഫ്യൂഷൻസ് ആവരുത്. ഇക്വേഷൻസ് ആദ്യം മനസ്സിലാക്കി പഠിച്ചു വെക്കുക, എന്നിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും പോകാണ്ട് നമുക്ക് ഷുവറായിട്ടും 100% നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു ടോപ്പിക്കിൽ. ഓക്കെ.